ഇന്ന് നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന പുട്ട് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്താലോ. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. കടയിൽ പോയി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നട്ട്സും ഒരു 2-3 ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീംസും എല്ലാം ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതാ 2 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, റെഡും ഗ്രീനും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് ബദാമാണ്. ബദാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, കുറച്ച് കാഷ്യൂസ് ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു പിടി നിറച്ചാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ വേണ്ടി വരും. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലേക്സ് ആവശ്യമുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നട്ട്സെല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് എടുക്കുക. പിസ്ത ഏതാന്ന് വിചാരിച്ചാൽ ഏതാ വേണ്ടതെന്ന് വിചാരിച്ചാൽ അതെടുക്കുക. കറുത്ത മുന്തിരിയെല്ലാം ആണെങ്കിൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഇതാ കോൺഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കപ്പിലും നല്ല അളന്നെടുക്കുന്നത്. ഞാൻ 2 പിടിയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രേ ആവശ്യമുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇവിടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുട്ടും കുറ്റിയും ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ പുട്ടും കുറ്റി ഞാൻ ആദ്യം തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. തണുപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ചില്ലും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തണുപ്പിച്ചെടുക്കണം. ചില്ല് ഞാനൊരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഐസ്ക്രീം ഇട്ട് കൊടുക്കുമ്പോൾ ലീക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചില്ല് ഫോയിൽ പേപ്പറിൽ കവർ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മളെ നട്ട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ തന്നെ ഇത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വാനിലേൻ്റെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 2-2.5 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം വേണ്ടവർ അധികം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത നട്ട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഐസ്ക്രീം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇതിന് ഹോൾസ് ഒന്നും വരാതിരിക്കാനാണ്, എയർ ഹോൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നട്ട്സിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുട്ടിൽ തേങ്ങ ഇടുന്ന പോലെ തന്നെ ഐസ്ക്രീം ഇട്ട് കൊടുക്കാം, നട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഇട്ട് കൊടുക്കാം, കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഫ്ലേവറിലുള്ളത് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിൻ്റെ ഐസ്ക്രീമാണ്. പിന്നെ പിസ്ത ഐസ്ക്രീം. ഇത് 3ഉം കൂടി നമുക്ക് ഇഷ്ടമുള്ള പോലെ ലെയർ ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ 3 ഐസ്ക്രീം കൊണ്ട് 4 ലെയറാക്കിയിട്ട് എടുക്കുന്നുണ്ട്. വാനില, ഫ്രൂട്ട്സ്, വാനില, പിസ്ത, ഇങ്ങനെ 4 ലെയറാക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചോക്ലേറ്റ് ഐസ്ക്രീമോ മാംഗോ ഐസ്ക്രീമോ സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിരിക്കും. അപ്പോൾ ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വിചാരിച്ചാൽ അതെല്ലാം എടുക്കാം. ഇതിൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഓരോ ഐസ്ക്രീമും നട്ട്സും ഇട്ട് കൊടുക്കുന്നതിന് കണക്കായിട്ട് നമ്മളിത് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ചിലപ്പം ചെറിയ ഹോൾസ് ഉള്ള പോലെ ഉണ്ടാകും, എയർ ഹോൾസ് ഉള്ള പോലെ. ഇത് നല്ല സെറ്റായിട്ട് കിട്ടണമെങ്കിൽ നല്ലതിലേക്ക് ലെവൽ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതാ ഞാനിത് ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ ഒരു ഓവർനൈറ്റ് വെച്ച് കൊടുക്കാം. ഓവർനൈറ്റ് ഫ്രീസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്, നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള ഐസ്ക്രീം പോലെ ഇത് കളർഫുള്ളായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി സ്വസ്ഥമായിട്ട് തിന്നുകയും ചെയ്യാം. അപ്പോൾ കടയിൽ പോയിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.